കേരളത്തിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന വിഭവമാണ് കശുവണ്ടി, കാഷ്യൂനട്ട്. കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ വലിയ വലിയ കയറ്റുമതിക്കാർ കാലങ്ങളായി വലിയ തോതിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കശുവണ്ടി. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കേരളത്തില് കൊല്ലം ജില്ല മുതൽ തിരുവനന്തപുരം ജില്ലയിലേക്കും തമിഴ്നാട്ടിലേക്കും നീളുന്ന തരത്തിൽ കശുവണ്ടി പ്രോസസ്സ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ഇന്നും നിലനിൽക്കുന്നുണ്ട്, എങ്കിലും തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം കൊല്ലം ജില്ലയിലും മറ്റും അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബോർഡർ ഭാഗങ്ങളിലും മറ്റും കശുവണ്ടിയുടെ ഉൽപാദനം അല്ലെങ്കിൽ ഈ മരങ്ങൾ, കശു അണ്ടി മരങ്ങൾ, മാവുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ലാഭകരമായിട്ടല്ല, അല്ലെങ്കിൽ കൂടുതൽ വീടുകൾ വന്നതുകൊണ്ടായിരിക്കാം, ഗ്രാമങ്ങളിൽ പുതിയ പുതിയ വീടുകൾ വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്ര ലാഭകരമായില്ല, വളരെ സീസണൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടായിരിക്കാം. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ കുറവ് കശുവണ്ടി ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുകൊണ്ട് തന്നെ ആ വ്യവസായം കുറച്ച് ഡള്ളായിട്ടുണ്ട്. ഇന്ന് ഗോവയിൽ നിന്നും മറ്റും, ഗോവയിലെ കമ്പാരിറ്റീവ്ലി ഗോവയിൽ നിന്നും വരുന്ന കശുവണ്ടിയുടെ സൈസ് കുറച്ചുകൂടെ ചെറുതാണ്. എന്നാൽ കേരളത്തിലെ കയറ്റുമതിക്കാർ ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും വളരുന്ന കശുവണ്ടി അവിടെ നിന്നും തോട്ടണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട്, മുഴുവൻ അണ്ടി കൊണ്ടുവന്നിട്ട് ഇതിവിടെ പ്രോസസ്സ് ചെയ്ത് റീപാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ് നടത്തുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് നിന്നും ബീറ്റ ഗ്രൂപ്പ്. അവര് ഇറ്റലിക്ക് അടുത്ത് മിലാനിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. അങ്ങനെയുള്ള ഒരുപാട് സംരംഭകരുണ്ട്. കശുവണ്ടി ഒരു പ്രധാന പ്രോഡക്റ്റ് ആണ്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് കശുവണ്ടി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മുഴുവൻ അണ്ടി ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കശുവണ്ടി ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്സാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പുതിയ സംരംഭകന് സാധിക്കും.